ഇന്നിപ്പോൾ അല്പം മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് PM ശ്രീയിൽ CPI നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ തുടരുന്നുവെന്നും ബിനോയ് വിശ്വം പറയുകയുണ്ടായി. പ്രശ്നങ്ങൾ 27-ന് ചേരുന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. LDFിൻ്റെ വളർച്ചയിൽ ശക്തമായ പങ്കുവഹിച്ച പാർട്ടിയാണ് CPI എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള നിലപാടുകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഇനിയും ചർച്ചകൾ വേണ്ടി വരും. പാർട്ടിക്കകത്ത് 27-ാം തീയതി അത്തരം നയപരമായ ചർച്ചകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടൻ പോകുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഭാജ്യമായ ഭാഗമാണ് CPI. CPI LDFിൻ്റെ പുറവിയിലും വളർച്ചയിലും മറ്റേത് പാർട്ടിയേക്കാളും മഹത്തായ പങ്ക് വഹിച്ച പാർട്ടിയാണ്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് LDFിൽ ചർച്ച ചെയ്യാതിരുന്നതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുകയുണ്ടായി. ഇത് സംബന്ധിച്ച് LDF കൺവീനർക്കും എല്ലാ ഘടകകക്ഷികൾക്കും CPI കത്ത് നൽകിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDFിലെ എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, അല്പം മുമ്പാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അതിനെ രാജ്യത്തെ ഇടതു പാർട്ടികൾ അതിശക്തമായി എതിർക്കുന്നത് തന്നെയാണ്. അത് എതിർത്തുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ആ കാര്യത്തിൽ പാഠ്യപദ്ധതിയിലും മറ്റുമൊക്കെ അത് എതിർപ്പ് പ്രായോഗിക തലത്തിൽ നടപ്പാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ പറയുന്നത് അംഗീകരിച്ചും അനുവദിച്ചുമല്ല പോയിട്ടുള്ളത്. അതിലെ സംസ്ഥാന അധികാരം ഉപയോഗിച്ചാണ് ആ പാഠപുസ്തകങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാതെ വരുന്ന എല്ലാ പ്രചാരണങ്ങളും തെറ്റാണ്. വർഗീയ ധ്രുവീകരണത്തെയും കാവ്യവൽക്കരണത്തെയും ശക്തമായി എതിർക്കുമെന്ന് മന്ത്രി പറയുന്നത്, ശിവൻകുട്ടി പറയുന്നതിനെ ബിനോയ് വിശ്വം മുഖവിലക്കെടുക്കുന്നുണ്ട്. പക്ഷേ മുന്നണി മര്യാദകളുടെ ലംഘനം PM ശ്രീ ഫണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിമർശനവും ഈ വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചല്ലോ നൃപൻ. തീർച്ചയായും ശരത്ത്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കി, അതായത് PM ശ്രീ നടപ്പിലാക്കുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ അവർ വച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടി വരും. അത് സംബന്ധിച്ച ചില ആശങ്കകൾ CPI സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പരിഹരിക്കാൻ LDF വിശദമായി ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ക്യാബിനറ്റ് വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. LDF ഇക്കാര്യത്തിൽ വ്യക്തമായ ചർച്ചകൾ നടത്തിയില്ല. അതുകൊണ്ട് വിശദമായ ചർച്ചകൾ വേണം. ഒപ്പം തന്നെ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ഈ പറഞ്ഞ ഇത്തരത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിച്ചേൽപ്പിക്കാനോ നടപ്പിലാക്കാനോ ഈ പദ്ധതിയുടെ ഭാഗമായി LDF സർക്കാർ തയ്യാറാകില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുമെന്ന കാര്യത്തെ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഇക്കാര്യങ്ങളിൽ CPIയുടെ വ്യക്തമായ അഭിപ്രായമുണ്ട്. അത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇക്കാര്യത്തിൽ CPIക്കും CPMനും ഒപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെ ഒരേ അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഫണ്ട് മാത്രമല്ല വിഷയം. അതുകൊണ്ട് കരിക്കുലത്തിലും ഒപ്പം തന്നെ പഠന വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രം അവർ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായി LDF ചർച്ച ചെയ്യണമെന്നതാണ്. ഈ വരുന്ന 27-ന് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. അതിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് CPI നിലപാട് എടുക്കും എന്നതാണ്. ഇക്കാര്യത്തിൽ ചർച്ചകൾ ആവശ്യമാണ്. ചർച്ചകളുടെ വഴിയാണ് CPI ആഗ്രഹിക്കുന്നത്. LDFിൻ്റെ വഴിയും അതുതന്നെയാണ്. അതുകൊണ്ട് മുന്നണി മര്യാദകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ചർച്ചകൾ വേണം. ഇക്കാര്യത്തിൽ LDF കൺവീനർ കത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ LDFിൻ്റെ മറ്റ് ഘടകകക്ഷികൾക്കും CPIയുടെ കത്ത് നൽകിയിട്ടുണ്ട്. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചർച്ച വേണം എന്ന ആവശ്യമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നൃപൻ, ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രഖ്യാപിതമായ വർഗീയ വിരുദ്ധ നിലപാടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM, അതിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ, അതിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ആ ഭാഗത്തിൽ CPIക്ക് യാതൊരു എതിർപ്പും തർക്കവുമില്ല. പക്ഷേ PM ശ്രീ ഫണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്നത് മറ്റൊന്നാണ്. ഇത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. ആ ഫണ്ട് വാങ്ങുന്നതിൽ CPI അറിയാതെ പോയി എന്ന ഒരു പരാതി ഭാഗം മാത്രമല്ലേ ഇതിനകത്ത്
ഇപ്പോൾ പ്രധാനമായിട്ടും അവശേഷിക്കുന്നതായിട്ടുള്ളൂ. LDF ചർച്ച ചെയ്യുന്നതിലൂടെ, പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അതിൽ മാറ്റം സംഭവിക്കാം. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ നോക്കൂ, രാവിലെ മുതൽ LDF-ൽ കടുത്ത ഭിന്നത, CPI മന്ത്രിമാർ ആകെ രാജിവെക്കാൻ പോകുന്നു, രാജ്യസന്നദ്ധത സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. ഇങ്ങനെ മണിക്കൂർ വെച്ച് കമൻട്രി ആയിരുന്നല്ലോ. പക്ഷേ വൈകുന്നേരത്തോടുകൂടി ബിനോയ് വിശ്വം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വരുന്ന ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വ്യക്തത എന്താണ് നൃപൻ? തീർച്ചയായും അത് നയപരമായ കാര്യങ്ങളിൽ മുന്നണിക്കുള്ളിലുള്ള പാർട്ടികൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അത് തുറന്ന ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന അഭിപ്രായമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, വലിയ തരത്തിൽ പ്രചരണങ്ങൾ ഇന്ന് പകൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ തന്നെ ആ വിവാദം ആളിക്കത്തിക്കാനുള്ള ശ്രമമുണ്ടായി. CPIയുടെ മന്ത്രിമാർ രാജിവെക്കാൻ പോവുകയാണ്, ഇന്ന് നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണമാണ് വ്യാപകമായി ഒരു സംഘം മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അതല്ല വസ്തുത. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് വ്യക്തമായി ചർച്ചകൾ വേണം. ഒപ്പം രണ്ടാമത് ശരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഫണ്ട് വരുമ്പോൾ ആ ഫണ്ട് സ്വീകരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അതിന് പിന്നിലുള്ള ഈ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ചതി കുഴികൾ, അവരെ സംബന്ധിച്ച് വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ഏതെങ്കിലും അജണ്ട, ഈ MOU ഒപ്പുവെക്കുമ്പോൾ ആ കാര്യങ്ങളിൽ സുതാര്യത വേണം. ആ കാര്യങ്ങൾ മന്ത്രിസഭയും LDF-ഉം ചർച്ച ചെയ്തിട്ടില്ല എന്ന ന്യായമായ വാദമാണ് CPIയെ സംബന്ധിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അവർ ഈ കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ പറഞ്ഞ ശിവൻകുട്ടി മന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ മുഖവിലേക്ക് എടുക്കുന്നു. ഇക്കാര്യങ്ങളിൽ തുറന്ന ചർച്ച വേണം. ഒപ്പം തന്നെ അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇക്കാര്യത്തിൽ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശരത്. ശരി, നൃപനാണ് വിശദമായി കാര്യങ്ങൾ നൽകിയത്.